നിങ്ങളെ പേജ് എത്രയാണ്? പേജ് 149 കഴിഞ്ഞു. 150 പുതിയ ചാപ്റ്ററാണ്. സാമിനഷ്റ. ആ പേജില് ലേശം കൂടി ബാക്കിയില്ലേ? ഒരു 15, 16, 17 ഉണ്ട്. ആദ്യ ജുംബുൽ അസ്മാൽ ആദ്യ. അല്ല, അതിന് മുമ്പ് മറ്റേ പഠിച്ചില്ലേ? ഇബിനി എന്നുള്ള പദം. എന്താണ് ആ കായിക? എന്താണ് ഇബിനി എന്ന പദം? ഒരു അലമിന് നേഴ്ത്തായിട്ട് വരും. പിന്നെ ശേഷമുള്ളതിലേക്ക് ുണ്ടെങ്കിൽ ഇബിനി എന്ന് എഴുതുമ്പോൾ എന്തെഴുതാൻ പാടില്ല? അപ്പൊ രണ്ട് അലമിന് വരിക. ഇബിനി എന്നുള്ളത് രണ്ട് അലമിന്റെ ഇടയിൽ വന്നാൽ, കാരണം മുമ്പും അലമുണ്ട് മുഹമ്മദ്, ബേക്കിലും അലമുണ്ട്. ഏതാ ബേക്കിൽ അലമ്? വില്യം. അപ്പൊ രണ്ട് അലമിന്റെ ഇടയിൽ വന്നാല് ഹംസന് എന്താക്കാൻ പാടില്ല? എഴുതാൻ പാടില്ല. അതാണ് പറയുന്നത്. തുഹ്ദഫു കളയപ്പെടും. കണ്ടോ? ഹദഫ യഹ്ദിഫു തുഹ്ദഫു. ഹദഫ യഹ്ദിഫു തഹ്ദിഫു. തഹ്ദിഫു എന്നുള്ളതിന്റെ മജ്ഹൂലാണ് ഏത്? തുഹ്ദഫു, കളയപ്പെടും. ഹംസത്തു ഇബിനിൻ. ഏതിന്റെ ഹംസയെ? ഇബിനി എന്നതിന്റെ ഹംസയെ കളയപ്പെടും. എന്താ ഞാൻ പറഞ്ഞേ? ഇബിനി എന്നതിലുള്ള ഹംസയെ കളയപ്പെടും. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കുന്നുണ്ട് സാർ. എപ്പോഴാണ് കളയപ്പെടുക? ഇദാ ജാഅ, ആ ഇബിന് വന്നാൽ, സിഫത്തൻ, എന്തായിട്ട് വന്നു? സിഫത്തായിട്ട് വരിക. ആർക്ക് സിഫത്തായിട്ട് വരിക? ലി അലമിൻ. ആർക്ക് സിഫത്തായിട്ട് വരിക? ഒരു അലമിന് സിഫത്തായിട്ട് വരിക. പിന്നെ എങ്ങനത്തെ അലമാണ്? എങ്ങനത്തെ ഇബിനാണ്? മുളാഫൻ, ഇലാഫത്ത് ചെയ്യപ്പെട്ട നിലയിൽ. എവിടേക്ക് ഇലാഫത്ത് ചെയ്യപ്പെടുക? ഇലസ്മി അബീഹി, ആദ്യ അവന്റെ പിതാവിന്റെ ഇസ്മിലേക്ക് ഇലാഫത്ത് ചെയ്യപ്പെട്ട. കാരണം മുഹമ്മദിന്റെ വാപ്പയാണ് ആര്? വില്യം. അതാണാ പറയുന്നത്. മുലാഫൻ ഇലാഫത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇലസ്മി അബീഹി, അവന്റെ പിതാവിന്റെ പേരിലേക്ക്. നഹ്വു മുഹമ്മദ് ഇബ്നു അബ്ദില്ലാഹി ഇബ്നു അബ്ദുൽ മുത്തലിബ്. അവിടെടാ മുഹമ്മദ് എന്നതിന്റെ നേരത്താണ് ഇബിന്. ഇബിനെ എവിടേക്ക് ഇലാഫത്ത് ചെയ്തു? അബ്ദില്ലയിലേക്ക് ഇലാഫത്ത് ചെയ്തപ്പോ ഹംസനെ കളഞ്ഞു. അതേപോലെ ഇബിന് അബ്ദുൽ മുത്തലിബിന്റെ അവിടെ ഹംസനെ കളഞ്ഞിക്കണം. അവിടെ ഈ പറഞ്ഞ മാതിരി രണ്ടലമിന്റെ ഇടയിൽ തന്നെയാണ് ഇബിന് വന്നിക്കണത്. എവിടെ എവിടെ രണ്ടലമ്? ഒന്ന് അബ്ദുള്ള, മുഹമ്മദ്, കാരണുണ്ട്. ഒന്ന് മുഹമ്മദിന്റെ അബ്ദുള്ളാന്റെ ഇടയിൽ വന്നു ഇബിന്. രണ്ടാമത്തത് പിന്നെ അതേ അബ്ദുള്ളയുടെയും പിന്നെ ആരുടെയിലും? അബ്ദുൽ മുത്തലിബിന്റെ ഇടയിലും. എന്താണ് നിബന്ധന? വയുഷ്തറത്തു, ഷർത്താക്കപ്പെടും, അൻ തകൂനൽ കലിമാതു സലാസു, ഈ മൂന്ന് പദങ്ങളുമായിരിക്കൽ ഷർത്താണ്. ഫീ സതിരിൻ വാഹിദിൻ, ഒരൊറ്റ വരിയിൽ വരണം. ഇങ്ങനെ ഹംസനെ കളയണമെങ്കിലേ, ഹലോ പറയണ മനസ്സിലാവുണ്ടോ? ഹംസനെ കളയണമെങ്കിൽ ഈ ഇബിനും ഇബിനിന്റെ മുമ്പും ബേക്കിലുമുള്ള അലമുകളും എവിടെ വരണം? എവിടെ വരണം? ഒറ്റ ലൈനിൽ വരണം. ലൈന് മുറിഞ്ഞു പോകരുത്. മുറിഞ്ഞു പോയാൽ ഈ നിയമം ക്യാൻസലാ. ഇബിന് എഴുതുമ്പോ ഏത് എഴുതേണ്ടി വരും? എന്ത് കൊടുക്കേണ്ടി വരും? കൊടുക്കേണ്ടി വരും. ഇപ്പോ ഉദാഹരണം പറയാ, മുഹമ്മദ് എന്നുള്ളതൊരു പേജിലാണ്, ഇബിനിന്റെ ശേഷം വന്ന അബ്ദുള്ള വേറൊരു പേജിലാണ്, വേറൊരു വരിയിലുമാണ്. എന്നാൽ അവിടെ ഇബിന് എഴുതുമ്പോ എന്ത് കൊടുക്കണം? ഹംസനെ കൊടുക്കണം. പറയുന്ന മനസ്സിലാവുണ്ടോ? വയുസ്തറത്തു എന്താ അർത്ഥം? ഷർത്താക്കപ്പെടും. എന്താണ് ഷർത്ത്? അൻ തകൂനൽ കലിമാതു സലാസു, ഈ മൂന്ന് പദങ്ങളുമായിരിക്കൽ. ഏതാ മൂന്ന് പദം?
ഒന്ന് അലമ്, ഇബിനിന്റെ ശേഷമുള്ള അലമ്. ഇവിടെ ഉദാഹരണത്തിൽ പറഞ്ഞാല് മുഹമ്മദ്, ഇബിന്, വില്യം, ഈ 3 പദങ്ങളായിരിക്കൽ ഷർത്താക്കപ്പെടും. ഫീ സതിരിൻ വാഹിദിൻ, എന്തിലായിരിക്കണം? ഒറ്റ വരിയില്, ഒറ്റ വരിയിലായിരിക്കണം. എന്നാൽ വഇദാ ജാഅ ബഅ്ളുഹാ, ആ 3 പദങ്ങളിൽ നിന്നുള്ള ചിലത് വന്നു. ഫീ സതിരിൻ, എവിടെ വന്നു? ഒരു വരിയിൽ വന്നു. മറ്റു ചിലത് വന്നു ഫീ സതിരിൻ ആഖറ, എവിടെ? മറ്റൊരു വരിയില്. മറ്റൊരു വരിയിൽ വന്നാൽ കുതിബത്ത് കലിമത്തു ഇബിൻ എന്ന പദത്തെ എഴുതപ്പെടും ബിൽ ഹംസത്തി, എന്ത് കൊടുത്താട്ടെ എഴുതുക? ഹംസ കൊടുത്തിട്ട്. അപ്പോ ഈ 3 പദങ്ങൾ ഒരു വരി തന്നെ വരുമ്പോഴാണ് ഇബിന് എന്ന് എഴുതുമ്പോ ഏത് എഴുതാതിരിക്കുക? എഴുതാതിരിക്കുക. ചിലത് ഒന്നിലും ചിലത് മറ്റതിലും വന്നാൽ ഹംസന അവിടെ കൊടുക്കണം. അതാ ഫൈദാ ജാഅ ബഅ്ളുഹാ, ഈ 3 നിന്ന് ചിലത് വന്നു. ഫീ സതിരിൻ, ഒരു വരിയിൽ വന്നു. വബഅ്ളുഹാ, മറ്റു ചിലത് വന്നു. ഫീ സതിരിൻ ആഖറ, വേറൊരു വരിയിൽ വന്നാൽ കുതിബത്ത് കലിമത്തു ഇബിനി എന്ന പദത്തെ എഴുതപ്പെടും ബിൽ ഹംസത്തി, എന്തുകൊണ്ട് എഴുതപ്പെടും? ഹംസ കൊണ്ട് എഴുതപ്പെടും. നഹ്വു അൽ ഹസനു ബിനു അലിയിൻ, കണ്ടോ? ഹസൻ ഒരു വരിയിലാണ് കിടക്കുന്നത്, ഇബിനു അലി എന്നുള്ളതോ മറ്റൊരു വരിയിലാണ് കിടക്കുന്നത്. അങ്ങനെ വന്നാൽ ഹംസനെ എഴുതാം. പിന്നെ എന്ത് കൊടുക്കണം? ഹംസനെ കൊടുക്കണം, കൊടുത്തിട്ട് എഴുതാൻ പാടുള്ളൂ. അപ്പോ ഹംസന്റെ ഇബിനിലെ ഹംസനെ കളയണമെങ്കിൽ എന്താണ് നിബന്ധന? ഒന്ന്, അതൊരു അലമിന് നഴ്ത്താകണം. എന്നിട്ട് ആ ഇബിനെ മറ്റൊരു അലമിലേക്ക് എന്താക്കണം? സ്വന്തം വാപ്പയിലേക്ക് എന്താക്കണം? ഇലാബത്ത് ചെയ്യണം. അതോടൊപ്പം 3 പദങ്ങളും എവിടെ വരും വേണം? ഒറ്റ വരിയിൽ വരും വേണം. ഒറ്റ വരിയിൽ അല്ലെങ്കിൽ പറ്റൂല. അപ്പോൾ അത് അൽ ഹസൻ ബിൻ അലിയുടെ മകൻ ഹസനാണ്. പക്ഷെ അൽ ഹസൻ കിടക്കുന്ന ഒരു വരിയിലാണ്, ഇബിന് അലിയും കിടക്കുന്നതോ വേറെ വരിയിലാണ്. അങ്ങനെ വരുമ്പോ ഇബിന് എഴുതുമ്പോ എന്തിനെ കൊടുക്കണം? ഹംസനെ കൊടുക്കണം. അതേപോലെ വലാ തുഹ്ദഫു, ഹംസനെ കളയപ്പെടും. വന്നിട്ടില്ല. ഏതിന്റെ ഇടയിലാ വന്നിക്കണേ? ഹാമിദ് അലമാണ്, പക്ഷെ ഷെയ്ഖ് ഏതല്ല? അലമല്ല. പറയണ മനസ്സിലാവുണ്ടോ? എന്താണ് ഹാമിദു ഇബിനു ഷെയ്ഖ് എന്ന് പറഞ്ഞു കൊടുത്ത് ഹംസനെ കളയാൻ പാടില്ല. എന്താ കാരണം? നമ്മൾ പറഞ്ഞത് ഇബിനിന്റെ ഹംസനെ കളയണമെങ്കിൽ 2 അലമുകൾക്കിടയിൽ വരണം എന്നാ. ഇവിടെ എവിടെ വന്നിട്ടില്ല? 2 അലമിന്റെ ഇടയിൽ വന്നിട്ടില്ല. ഹാമിദ് അലമാണ്, ഷെയ്ഖ് പറയുന്നത് ഏതല്ല? അലമല്ല. അതുകൊണ്ട് അവിടെ കളയാൻ പാടില്ല. എന്തുകൊണ്ട്? ലി അന്ന ഇബിൻ എന്ന പദം ലം യഖഅ, അത് സംഭവിച്ചിട്ടില്ല. ബൈനൽ അലമൈനി, എവിടെ? ഇല്ല, ഒരലമേ വന്നിട്ടുള്ളൂ. ആമിന് മാത്രമാണ് അലമ്. ഷെയ്ഖ് അറിയുന്നത് ഏതല്ല? അലമല്ല. പിന്നെ
അതാ ഈ അന്ന ഇബിൻ ഇബിൻ എന്നത് ലം യഖഅ, ആ ഇബിൻ എന്ത് ചെയ്തിട്ടില്ല, സംഭവിച്ചിട്ടില്ല. ബൈന അലമൈനി, എത്രയുടെ ഇടയില്, രണ്ട് അലമുകൾക്കിടയിൽ സംഭവിച്ചിട്ടില്ല. അടുത്തത് ഹാത്തി. ഇതെങ്ങനെ ഇനി വായിക്കേണ്ടത്? ഹാത്തി വന്നിട്ട് എങ്ങനെ വായിക്കണം? ഹാത്തി വായിക്കും. ഹാത്തിന്റെ ശേഷം എങ്ങനെ വായിക്കണം? ജംഅൽ അസ്മാ. അസ്മാ, അത് മാത്രമേ കേട്ടിട്ടുള്ളൂ. അസ്മാ എന്ന് വേണ്ട, മുളാഫിലയ്യാണ്. അസ്മാ. അസ്മാ ആന്നല്ല, പിന്നെ ഏതാ? അസ്മാഇൽ ആദിയത്തി. അല്ല അസ്മാഇ അല്ലാത്തിയത്തി. എന്തുകൊണ്ടാ അസ്മായി എന്ന് വായിക്കണത്? അസ്മായി എന്നുള്ളത് എന്താ തർക്കീബ്? മുളാഫിലയ്യ. മുസ്ഹഫ് എന്താ ജമ്മ്? മുസ്ഹഫ് മസാഹിഫ്. മുസ്ഹഫിന്റെ ജമ്മാണേത്? മസാഹിഫ്. സാഹിഫ്. ഫിനാഇ മുറ്റം. ഫിനായിൻ്റെത് അഫിനി അത്ത്. അഫിനി അത്ത്. ഫിനാഇ അഫിനി അത്ത്, മുറ്റങ്ങൾ. നസാത്ത്. നസാത്തിന്റെ ജമ്മ എങ്ങനെ? അത് ശരിക്ക് മുഫ്രദാണ്, ജമ്മായിട്ട് വന്നതാണ്. നാശിത്തിന്റെ ജമ്മാണേത്? നഷാത്ത്. നഷാത്തല്ല, നുഷാത്ത്. നുഷാത്ത്. ജാനിബ് ജവാനിബ്. ജാനിബ് ജവാനിബ്. അപ്പൊ മുസ്ഹഫ് മസാഹിഫ്. ഫിനാഇ അഫിനിഅത്ത്. നാഷിത്ത് നുഷാത്ത്. ജാനിബ് ജവാനിബ്. പിന്നെ ഹാത്തി നീ കൊണ്ടുവാ. മാലിയ യഅ്ബ. യഅ്ബന്റെ മാലി ഉണ്ടാക്കണം. യഅ്ബ എന്നുള്ളതിന്റെ മാലി ഏതാ? യഅ്ബ. അബാ യഅ്ബ. അബാ യഅ്ബ. ശരിയാണ്. അദ്ഖിൽ കുല്ല കലിമത്തിൻ മിമ്മാ യഅതി ഫി ജുംലത്തിൻ മുഫീദ. താഴെ വരുന്ന എല്ലാ സെന്റൻസുകളെയും ഒരു പൂർണ്ണമായ സെന്റൻസിൽ പ്രവേശിപ്പിക്കണം. അദ്ഖിൽ എന്താ അർത്ഥം? മാലിയ മുദാരിയ അംറ. അംറ്. കുല്ല കലിമത്തിൻ, എല്ലാ പദങ്ങളെയും നീ പ്രവേശിപ്പിക്കണം. മിമ്മാ യഅതി, താഴെ വരുന്നതിൽ നിന്നുള്ള എല്ലാ പദങ്ങളെയും നീ പ്രവേശിപ്പിക്കണം. എവിടെ പ്രവേശിപ്പിക്കണം? ഫി ജുംലത്തിൻ മുഫീദത്തിൻ, പൂർണ്ണമായൊരു സെന്റൻസിൽ. അഅജബ. അഅജബൽ കുഫാറു. അഅജബൽ കുഫാറു, അവിശ്വാസികൾ എന്ത് ചെയ്തു? അത്ഭുതപ്പെട്ടു. ഇനി അഅജബന്നെ ആകണമെന്നില്ല, അത്ഭുതപ്പെടുത്തിന. അഅജബാനെ അത്ഭുതപ്പെടുത്തിന. പിന്നെ അവിടെ എങ്ങനെയും പറയാ? എന്നെ അവന്റെ വിജ്ഞാനം അത്ഭുതപ്പെടുത്തി. എങ്ങനെ പറയാ? അഅജബ എന്നെ. അഅജബ നീ എന്നെ അത്ഭുതപ്പെടുത്തി. ഇൽമു സൈദിൻ, ആരുടെ വിജ്ഞാനം? വിജ്ഞാനം. അല്ലെങ്കിൽ പിന്നെ അങ്ങനെയും പറയാ. അസിന അലൈഹി, അവനെ പുകഴ്ത്തി. അപ്പൊ ഞാൻ എങ്ങനെ പറയാ? അസിന, ഞാൻ പുകഴ്ത്തി നിർത്തോളൂ. എങ്ങനെ പറയാ? അസിന എന്നുള്ളതിന്റെ ഞാൻ പുകഴ്ത്തൽ എങ്ങനെ വരിക? ഞാൻ പുകഴ്ത്തി. അലാ ഇൽമി സൈദിൻ, എന്തിനെ പുകഴ്ത്തി?
സെയ്ദിന്റെ ഇൽമിനെ. ഇൽമിനെ. അസിനൈത്തു അല്ലെങ്കിൽ ഇനി മുളാരി എടുക്കുകയാണെങ്കിൽ ഉസിനി, ഞാൻ പുകഴ്ത്തും, അങ്ങനെയും പറയാം. മുസാബുൻ, ബാധിക്കപ്പെട്ടവനാണ്. ഒരു മുബത്തദ വെച്ചു കൊടുത്താൽ മതി. എങ്ങനെ പറയാ? ഒരു മുബത്തദ മാത്രം വെച്ചു കൊടുത്താളി. അസാബനി അന്നുറ. അസാബനി ഹുമ്മ. അസാബനി ബാധിച്ചു. അൽ ഹുമ്മ ഏത്? പനി. പനി പനി പനി. ഇനി അവിടെ മുസാബ് എന്നുള്ളതിന് സെന്റൻസ് ആക്കാം, അതിനെ മാറ്റാതെ കൊണ്ടുവരാം. സെയ്ദുൻ മുസാബുൻ. എന്താർത്ഥം? സെയ്ദ് എന്ത് ബാധിച്ചവനാണ്? ദീപത്ത് ബാധിച്ച ആളാണ്. മശാരിഖുൽ അർളി വ മഗാരിബുഹ. ഭൂമിയുടെ കിഴക്ക് പടിഞ്ഞാറ് ഇടയിലൊക്കെ, ഭൂമിയുടെ കിഴക്കുകളും പടിഞ്ഞാറുകളും. എങ്ങനെ പറയാ? ഞാൻ ഭൂമിയുടെ കിഴക്കും പടിഞ്ഞാറും സഞ്ചരിച്ചു എന്നാക്കാം. ഞാൻ സഞ്ചരിച്ചു എന്നെങ്ങനെ പറയാ? മഷ. ഞാൻ സഞ്ചരിച്ചു എന്നെങ്ങനെ നിൽക്കുക? മശൈതു മശാരിക്കൽ അർളി വ മഗാരിബഹ. എന്താ അർത്ഥം? ഭൂമിയുടെ കിഴക്ക് പടിഞ്ഞാറ് ഞാൻ എന്ത് ചെയ്തു? സഞ്ചരിച്ചോ, യാത്ര ചെയ്തു. പിന്നെ അസ്ബഹ, രാവിലായി. ഇസ്മു ഖബർ ഉണ്ടാക്കി കൊടുത്തളി. അസ്ബഹതു മരീളൻ. അസ്ബഹതു മരീളൻ. അല്ലെങ്കിൽ അസ്ബഹ സയ്യിദുൻ ആലിമൻ, അസ്ബഹൽ ഖമറു മുനീറൻ ഒക്കെ പറയാം. വലൗ ഹുനൈഅതൻ, അത് കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിലും ശരി. എന്താ വലൗ ഹുനൈഅതൻ എന്ന് പറഞ്ഞാൽ? കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിലും. അവിടെ അജി ഇലൈക എന്താർത്ഥം? അജി ഇലൈക എന്താർത്ഥം? എന്നിലേക്ക്. അജി ആര് വരും? ഞാൻ വരും, എന്നിലേക്ക്. വലൗ ഹുനൈഅതൻ, അത് കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിലും ശരി. ഇതിലും അഫ്അല പാറ്റേൺ തന്നെ പഠിപ്പിക്കണം കേട്ടോ. ഏത് പാറ്റേൺ? ഏത് പാറ്റേണാ പഠിപ്പിക്കണേ? അഫ്അല. കഴിഞ്ഞ ആഴ്ച അസ്ബഹയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അതിന്റെ സിസ്റ്റേഴ്സിൽപ്പെട്ടതാണ് ഏത്? അംസ. അസ്ബഹ വൈകുന്നേരമായി. അംസ പറഞ്ഞാലോ വൈകുന്നേരം. രാവിലെ. അസ്ബാറിനെ നേരം വെളുക്കുമ്പോഴായി. അംസ പറഞ്ഞാലോ വൈകുന്നേരമായി. അദ്ദർസു അത്താമിന അശറ, 18ാമത്തെ പാഠം. ബഅദ സ്വലാത്തിൽ അസ്രി, അസ്ർ നമസ്കാരത്തിന് ശേഷം. അൽ മുദരിസു, അധ്യാപകൻ ചോദിക്കുകയാണ്. കൈഫ അംസൈതും, നിങ്ങൾ എങ്ങനെയാണ് വൈകുന്നേരത്തിൽ പ്രവേശിച്ചത്? യാ ഇഖ്വാനു, അല്ലയോ സഹോദരന്മാരെ, നിങ്ങൾ എങ്ങനെയാണ് വൈകുന്നേരമായത്? കഴിഞ്ഞ ക്ലാസ്സിലേതേനും കൈഫ? ഇവിടെയാണ് കൈഫ അസ്ബഅത്തും. ഇനി ആദ്യത്തെ പാഠം നിങ്ങൾ എങ്ങനെയാണ് നേരം വെളുത്തത്. ഇവിടെ കൈഫ അംസൈതും, എങ്ങനെയാണ് നിങ്ങൾ വൈകുന്നേരമായത്? യാ ഇഖ്വാനു, സഹോദരന്മാരെ. അപ്പൊ അത്വലബത്തു, വിദ്യാർത്ഥികൾ. താലിബിന്റെ ജമ്മാണേത്? ത്വലബത്ത്. എന്താ പറയാ? ത്വലബത്ത്. അത്വലബത്തു, അപ്പൊ വിദ്യാർത്ഥികൾ. അംസൈന,
ഉസ്താദെ ഞങ്ങൾ വൈകുന്നേരത്തിൽ പ്രവേശിച്ചു, ബിഖൈരിൻ നന്മയോടുകൂടെ, വൽഹംദുലില്ലാ സർവസ്തുതിയും അല്ലാഹുവിനാണ്. കണ്ടോ? അംസൈന ബിഖൈരിൻ, അംസാന വൈകുന്നേരമായി, അംസൈന ഞങ്ങൾ എവിടെ പ്രവേശിച്ചു? വൈകുന്നേരത്തിലായി, അല്ലെങ്കിൽ വൈകുന്നേരത്തിലായി, ബിഖൈരിൻ ഇതിലായി, നന്മയിലായി, വൽഹംദുലില്ലാ സർവസ്തുതിയും അല്ലാഹുവിനാണ്. ഇവിടൊക്കെ അംസക്കും ഇസ്മും ഉണ്ടാവും, ഖബറും ഉണ്ടാവും. ആ അംസന്റെ ഇസ്മും ഖബറും ഏതാണ്? ആദ്യത്തെ സെന്റൻസിൽ കൈഫ അസ്ബഹ്തു എന്ന് പറഞ്ഞിടത്ത് കൈഫ അസ്ബഹ്തു എന്ന് പറഞ്ഞിടത്ത് ഏതാണ് ഇസ്മ, ഏതാണ് ഖബർ? അംസൈതു എന്ന് പറഞ്ഞിടത്ത് ഇസ്മു അംസ, കൈഫ അത് പിന്നെ നല്ലത് ഖബർ മുഖദ്ദം. ഇസ്തിഫാം ഏതാണ്? കൈഫ ഖബർ മുഖദ്ദം, ഖബർ മുഖദ്ദാണ്. അതേപോലെ അംസൈന ഞങ്ങൾ വൈകുന്നേരമായി, ഖൈറിലായി, അവിടെ ഏതാ ഖബർ അറിയോ? ബിഖൈരിൻ എന്ന് പറഞ്ഞിടത്ത് ഏതാ ഖബർ? ബിഖൈരിൻ ജാർ മജ്റൂർ ഖബർ. അൽഹംദുലില്ലാ സർവസ്തുതിയും അല്ലാഹുവിനാണ്. അൽ മുദരിസു, അപ്പൊ അധ്യാപകൻ ചോദിക്കാണ്, ലിമ അഖ്റജ്ത നീ എന്തിനാണ് പുറത്തേക്ക് കൊണ്ടുപോയത്? അസ്സബൂറത്ത ബോർഡിനെ, യാ ഉസാമ അല്ലയോ ഉസാമ നീ ബോർഡ് എന്തിനാണ് പുറത്തേക്ക് കൊണ്ടുപോയത്? നീ ബോർഡ് പുറത്തേക്ക് കൊണ്ടുപോയത്. ലിമ ലിമ എന്താർത്ഥം? എന്തിനു വേണ്ടിയാണ്? എന്തിനു വേണ്ടിയാണ്? അഖ്റജ്ത എന്താർത്ഥം? നീ പുറത്തേക്ക് കൊണ്ടുപോയത്. അസ്സബൂറത്ത എന്തിനെ? ബോർഡിനെ. യാ ഉസാമ അല്ലയോ ഉസാമ നീ എന്തിനാണ് ബോർഡിനെ പുറത്തേക്ക് കൊണ്ടുപോയത്? അവിടെ കണ്ടോ? അഖ്റജ ഏതാ പാറ്റേൺ? അഫ്അല. അഖ്റജ മുളാരി യുഖ്രിജ്, മസ്ദർ ഇഖ്റാജ്, ഇസ്മ ഫായില് മുഖ്റജ്, മുഖ്രിജ് ഇസ്മ ഫായിൽ മുഖ്റജ്, ഇസ്മ മഫൂൽ ഏതാ? മുഖ്റജ്. അംറ ഏതാ? അഖ്രിജ്. നഹി ഏതാ? ലാ തുഖ്രിജ്. ലിമ അഖ്റജ്ത സബ്ബൂറത്ത യാ ഉസാമ, ഉസാമ നീ എന്തിനാണ് ബോർഡ് പുറത്തേക്ക് കൊണ്ടുപോയത്? തർക്കീബ് പറഞ്ഞാട്ടെ. ലിമ അർഫ്, ലിമ ജാർ മജ്റൂർ. വേണ്ട എന്നാ മതി, അവിടെ നിന്നാ മതി, അങ്ങോട്ടൊന്നും പോണ്ട. ലിമ എന്തിനു വേണ്ടിയാണ്? ജാർ മജ്റൂർ എന്ന ബാക്കിലുള്ളത് മുബ്തദ ഇസ്മു വേണ്ടിയാണ്. ഇവിടെ ബാക്കിൽ ഇസ്മൊന്നുമില്ല, ഇവിടെ തീരാ വന്നിക്കണേ. പിന്നെ ലിമ എന്ന് പറഞ്ഞാൽ മാ എന്നുണ്ടാവും. ഈ ഇസ്തിഫാമിയായ മാല് ജറിന്റെ അർഫ് കടന്നാൽ മാന്റെ വാല് പോകും. ഹലോ, അവിടെ എങ്ങനെ ഉണ്ടാകുക? ലിമാന്നുണ്ടാവും. ഈ ഇസ്തിഫാമിയായ മാന്റെ മേലിൽ ജറിന്റെ അക്ഷരമായ ലാമ കടന്നാൽ ഏത് പോണം? മീമിന്റെ മീമിന്റെ അലിഫാണ്ട് പോകണം. പറയണ മനസ്സിലായോ? തിരിഞ്ഞോ? മനസ്സിലായി. അഖ്റജ്ത എന്തിനാണ് നീ പുറത്തേക്ക് കൊണ്ടുപോയത്? അതിലെന്തൊക്കെ ഉണ്ട്? അഖ്റജ്ത പറഞ്ഞില് ഫീല് ഫായില്. അസ്സബൂറത്ത മഫൂല്. യാ ഉസാമ യാ അർഫ് ഉസാമ മുനാദ. അദ്ഖിൽഹാ ആ ബോർഡിനെ നീ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്ക്. ബിസുർഅത്തിൻ വേഗത്തില്. കണ്ടോ? അദ്ഖിൽഹാ മാലിയ മുദാരിയ അംറ അംറ്. അദ്ഖിൽ നീ പ്രവേശിപ്പിക്ക്.
ആ ഏതിനെ? ബോർഡിനെ, സബ് ബോർഡിനെ. ആ സെന്റൻസിൽ ഏതൊക്കെ ഉണ്ട്? അത് ഹില്ലാറിനടുത്ത് ആരാ മഫൂലായില്? ആരാ ഫായില്? അന്ത. പിന്നെ ബിസുർഅത്തിൻ ജാറ് മജ്റൂർ. ഓക്കെ. ഉസാമത്തു എന്നേ വായിക്കാൻ പാടുള്ളൂ. എങ്ങനെ വായിക്കൂല? കാരണം എന്താ? എന്തൊക്കെയാണ് കാരണം? ഉസാമക്ക് അലമുമാണ്. ഉജ്മ വേണ്ട, അവിടെ കാണുന്ന മുജിമ ഉജ്മാക്ക. ഉസാമ നീന് കണ്ടില്ല? അവസാനത്തെ അക്ഷരം ഏതാ? അലമുമാണ്. പിന്നെ ഏതുമാണ്? താവുത്തൈനീസ് എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തായി തൊള്ളൊളിച്ചിരിക്കണേ? അലമും പിന്നെ എന്താ ഇരിക്കണേ? അലമ് നിങ്ങൾ പറഞ്ഞു, പിന്നെ താവുത്തൈനീസ് എന്ന് പറഞ്ഞു. അപ്പൊ എന്താ രണ്ടാമത്തെ കാരണം? തസ്നിയ. അതെന്താ അവളെ പുതിയൊരു കാരണം? ഫാത്തിമ ഉയർന്നു ശരീഫാകാനുള്ള കാരണം എന്താ? ഫാത്തിമ, സൈനബ. ഉസാമ എന്നുള്ളത് തന്നെയാണ് പേരാണാണെങ്കിലും ഏതാണ്? താവ് വന്നാൽ അത് എന്തായിട്ടാ പരിഗണിക്കുക? മുഅന്നസായിട്ട്. അമ്മ ഒരു ഉസാമ ചോദിച്ചാ അപ്പൊ 25 മിനിറ്റ് ഇട്ടത്. അപ്പൊ അവൻ പറയാ, ഉസാമ പറയാണ്, അഖ്റജ്തു ഞാൻ പുറത്തേക്ക് കൊണ്ടുപോയി ആ ബോർഡിനെ. എന്തിനു വേണ്ടി? ലി ഉനൗളിഫ ഞാൻ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട്. ആ ബോർഡിനെ ഞാൻ വൃത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് പുറത്തു കൊണ്ടുപോയത്. അവിടെ അഖ്റജ അഫ്അല. പിന്നെ ലി ഉനൗളിഫഹ ഞാൻ അതിനെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട്. ഏതാണ് ആ പാറ്റേൺ? ലി ഉനൗളിഫഹറിനോട്ടുള്ള പാറ്റേൺ ഏതാ? ലി ഉനൗളിഫഹ എന്ന് പറഞ്ഞിട്ട് ഉനൗളിഫന്റെ പാറ്റേൺ ഏതാണ്? മാലി ഏത് പാറ്റേണാ? അല്ലിഫ. ഞാൻ ചോദിച്ചത് അതല്ല. ഉനൗളിഫ എന്നുള്ളത് മുലാരിയാണ്. അതിന്റെ മാലി പാറ്റേൺ ഏതാണ്? അപ്പൊ ഫഅലാവുമ്പോ ഇവിടെ ഏതാ വരിക? അവിടെ ലാമ് വേറെയാണ്. ലാമയില് കൂട്ടണ്ട. ജെറ് ചെയ്യുന്ന ലാമിന്റെ ശേഷം ആ ബോർഡിനെ ഞാൻ പുറത്തേക്കെടുത്തു. ലി ഉനള്ളിഫഹ ആ ബോർഡിനെ ഞാൻ വൃത്തിയാക്കാൻ വേണ്ടി. നള്ളഫ യുനള്ളിഫു നുനള്ളിഫു നള്ളഫ യുനള്ളിഫു തുനള്ളിഫു നുനള്ളിഫു. ഏതൊക്കെ? നള്ളഫ തുനള്ളിഫു പിന്നെ എത്ര? ഇപ്പൊ ഒന്ന് യുനള്ളിഫു, രണ്ട് ആണ്. അഖ്റജ്തുഹാ അതിലെന്തൊക്കെ ഉണ്ട്?
ഫീല് ഫായില് മഫ്ഊൽ. അപ്പോൾ ഇതുണ്ട് ഫായിലുണ്ട് പോലും ഉണ്ട്. ലി ഉനല്ലിഫഹ, ഞാൻ അതിനെ വൃത്തിയാക്കാൻ വേണ്ടി. ലാമർഫ് ജാറ്. ഉനല്ലിഫ منصوب فتاة بأنيل بأنيل فتاة മുഖദ്ദർ. എങ്ങനെ പറയാ? ബി അനിൽ വട്ടം പറഞ്ഞിരിക്കണ ഒന്നിനും ഓർമ്മയില്ല. ബി അനിൽ മുഗമറത്ത്. ജമ്മോ വന്നു. ഏതായാലും ചില്ലറ അടങ്ങാറൊന്നുമല്ല. മുതുമറത്തി എന്നുള്ള പദണ്ട് പറയാനേ. ലി ഉനല്ലിഫ, ഉനല്ലിഫ ഫീലുൻ മുളാരിയും മൻസൂബും ബി അനിൽ മുദ്മറ. ഹാ മഫ്ഊൽ മുഖദ്ദം. ഇനി ആ നല്ലഫന്റെ മസ്തറിന്റെ എടുക്കും. ലാമുൻ മസ്തറിനെ മജ്റൂറാക്കി കൊണ്ടുവരണം. അപ്പൊ എങ്ങനെയാ പറയാ? നല്ലഫന്റെ മസ്തർ ഏതാ? നല്ലഫന്റെ മസ്തർ ഏതാ? തൻലീഫ്. അതിനെ ലാമിനെ മജ്റൂറാക്കി കൊണ്ടുവരല്ല. എങ്ങനെ? ലി തൻലീഫി ഹാ. തൻലീഫി തൻലീഫി ഹാ. ഹാ ലിതൻലീഫിഹാ. മാത്രമല്ല സഉദ്ഖിലുഹാ, ആ ബോർഡിനെ ഞാൻ പിന്നീട് ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കും. ബഅദ തൻലീഫിഹാ, അതിനെന്താക്കിയതിന് ശേഷം? വൃത്തിയാക്കിയതിന് ശേഷം. സഉദ്ഖിലുഹാ, പിന്നീട് ഞാൻ അതിനെ പ്രവേശിപ്പിക്കും. പിന്നീട് എന്നുള്ള അർത്ഥം എങ്ങനെ കിട്ടിയതാ? ബഅദ തൻലീഫിഹാ, അതിനെ വൃത്തിയാക്കിയതിന് ശേഷം. അൽ മുദരിസു, അധ്യാപകൻ പറയാണ്, അയ്യുൽ ഇഖ്വാൻ, അല്ലയോ സഹോദരന്മാരെ, ഉഹന്നിഉക്കും, ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നു. ബിനജാഹിക്കുമുൽ ബാഹിരി, ഈ കണ്ണഞ്ചിപ്പിക്കുന്ന വിജയത്തിൽ ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നു. എവിടെ? ഫിൽ ഇംതിഹാനി നിസ്ഫി, അരക്കൊല്ല പരീക്ഷയിൽ. അരക്കൊല്ല പരീക്ഷക്ക് എന്താ പറയാ? ഹാഫിയർലി. ഈ ഹാഫിയർലി പരീക്ഷയിൽ വിജയം നിങ്ങൾ നേടിയതിൽ ഞാൻ നിങ്ങളെ എന്താക്കുന്നു? അഭിനന്ദിക്കുന്നു. അയ്യുൽ ഇഖ്വതു, അല്ലയോ സഹോദരന്മാരെ, ഉഹന്നിഉക്കും, ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നു. എന്തൊക്കെ ഉണ്ടായില്? അപ്പൊ അടപ്പേറ്റനാണ് ഉഹന്നിഹു ഇവിടെ. ഞാൻ ആരാ ഫായിലപ്പോ? അപ്പൊ ഉഹന്നിഉക്കും, ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നു. ബിനജാഹിക്കും, നിങ്ങളുടെ വിജയത്തിൽ. എങ്ങനത്തെ വിജയം? അൽ ബാഹിരി, കണ്ണഞ്ചിപ്പിക്കുന്ന, അതേപോലെ ഞെട്ടിച്ചു കളയുന്ന, പ്രശോഭിതമായ നിങ്ങളുടെ വിജയത്തിൽ ഞാൻ നിങ്ങൾ അഭിനന്ദിക്കുന്നു. ഏത് വിജയത്തില്? ഫിൽ ഇംതിഹാനി നിസ്ഫി, ഏത് പരീക്ഷയിൽ? ഹാഫിയർലി എക്സാം. അപ്പൊ ഹാഫിയർലി എക്സാമിലെ നിങ്ങളുടെ മിന്നും വിജയത്തിൽ ഞാൻ നിങ്ങളെ എന്താക്കുന്നു? അഭിനന്ദിക്കുന്നു. എന്താണ് ആ ജുംലന്റെ തർക്കീബ്? അയ്യോ മുനാദ. അവിടെ യാ കളഞ്ഞു പോയിക്കണ്. യാർഫിൻ, ഇതാ അയ്യോ മുനാദ. എന്താണ്? യാർഫിൻ, ഇതാ അത് കളഞ്ഞു പോയി. അയ്യോ മുനാദ. തൻബീഹ്. തൻബീഹ്. മുളാഫിലെ ഇങ്ങനെ പറയാൻ നിൽക്കാല്ലേ. പിന്നെ അൽ ഇഖ്വതു, അതിന്റെ തർക്കീബ് എന്താ?
മുബ്തദ അല്ല സോറി മുബ്തദ അല്ല. യാ അയ്യുഹന്നാസ് എന്നൊക്കെ പറയുന്നോണ്ട് ബദല് 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 ഉഹന്നിഉകും ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നു. എന്തൊക്കെ? ഫീല് ഫായില് മഫ്ഊല്. ഫീല് ഫായില് മഫ്ഊല്. എന്തിൽ അഭിനന്ദിക്കുന്നു? ബിനജാഹികും നിങ്ങളുടെ വിജയത്തിൽ. ബാർബ് ജാർ നജാഹി മജ്റൂർ പ്ലസ് മുലാഫ് മുലാഫ് ഖും മുലാഫിൻ ഇലൈഹി മുലാഫിൻ ഇലൈഹി. അൽ ബാഹിരി കണ്ണഞ്ചിപ്പിക്കുന്ന. ഏതാ മന്നൂത്ത് അറിയോ? നജാഹ്. എവിടെയാണ് ഈ വിജയം നേടിയിരിക്കുന്നത്? ഹാഫിയർലി പരീക്ഷയിൽ, അരക്കൊല്ല പരീക്ഷ. വല്ലാഹി അല്ലാഹനെ തന്നെ സത്യം, ലഖദ് ഫരിഹതു തീർച്ചയായിട്ടും ഞാൻ എന്ത് ചെയ്തു? സന്തോഷിച്ചു. കസീറൻ ധാരാളമായ സന്തോഷിച്ചു. ഏത്? ബിഹാദിഇൻ നതീജത്തി ഈ ഫലത്തിൽ, നതീജ എന്ന ഫലം, എക്സാം ഫലത്തില്. അല്ലത്തി എങ്ങനത്തെ ഫലം? ബലഗത്ത് നിസ്ബത്തുഹ ആ വിജയത്തിന്റെ ശതമാനം എത്തിയിട്ടുണ്ട്. 97 എത്ര? 97%. എന്താ? വല്ലാഹി അല്ലാഹുവിനെ തന്നെ സത്യം. ആ വാവിന്റെ തർക്കീബ് എന്താ? വാവുൽ ഖസം. ഖസം ജാറ്. സോറി. വാവ് ഖസം ജാറ്. അല്ലാഹി മജ്റൂർ. ലഖദ് ഫരിഹതു തീർച്ചയായും ഞാൻ സന്തോഷിച്ചു. ഖദ് തഹ്ഖീഖ് എന്നാ പറയാ, തഹ്ഖീഖ് എന്നല്ല. മുളാരിയിലെ കഥ വന്നു. തഹ്ഖീഖ്. ഇവിടെ പഠിക്കുന്നുണ്ടോ? ഹോസ്പിറ്റലാണ് ബേബിയൊക്കെ. രണ്ടാമത്തെ മകന്റെ വൈഫ് പ്രസവിച്ചിട്ട് പിന്നെ ഹോസ്പിറ്റല് മോൻ പോവല് എല്ലാം ഓരോ ദിവസം ഓരോ കാരണം കുട്ടിയുടെ മഞ്ഞുണ്ടായിട്ട് കൊണ്ടുവന്നാണ്. രണ്ടാമത്തെ മകന്റെ വൈഫേ പ്രസവിച്ചിട്ട് പിന്നെ ഇപ്പൊ ഇന്ന് മഞ്ഞുണ്ടെന്ന് പറഞ്ഞിട്ട് അഡ്മിറ്റ് ചെയ്യാൻ വീണ്ടും കൊണ്ടുപോകുന്നുണ്ട് ഇങ്ങോട്ട്. ഞാൻ ഹോസ്പിറ്റലിലാണ്. ആൺകുട്ടിയാണ്. ഏത് ഹോസ്പിറ്റലിലാ? അത് കോഴിക്കോട് പിന്നെ മാട്രിയാന്ന് പറഞ്ഞിട്ട്. ശരി. ഫരിഹത്തു ഞാൻ സന്തോഷിച്ചു. ഫീലുണ്ട് ഫായിലുണ്ട്. കസീറൻ ധാരാളമായ സന്തോഷിച്ചു. നമ്മളൊരു മഫ്ഊൽ മുത്ലഖിനെ കുറിച്ച് പഠിച്ചിരുന്നു എവിടെയെങ്കിലും? മഫ്ഊൽ മുത്ലഖ് പഠിച്ചിരുന്നു. ആ മഫ്ഊൽ മുത്ലഖിന് നഅത്താണ്. മഫ്ഊൽ മുത്ലഖിനെ കളഞ്ഞിക്കണേ. ഫരിഹത്തു ഫർഹൻ കസീറൻ എന്നാണ് അവിടെ ഉണ്ടാവുക. ഫരിഹത്തു ഈ ഫർഹ എന്നുള്ളതാണ് മഫ്ഊൽ മുത്ലഖ്. അതിനെ കളഞ്ഞിക്കണേ. ആ കളയപ്പെട്ട മഫ്ഊൽ മുത്ലഖിന്റെ നഅത്താണ് ഏത്? കസീറൻ. അപ്പൊ അതിന്റെ തർക്കീബ് എന്താ പറയാ? കളയപ്പെട്ട മഫ്ഊൽ മുത്ലഖിന്റെ നഅത്ത്. ബിഹാദിഇൻ നതീജത്തി ഈ ഫലത്തില്. ബാർഫ് ആദിഹി മജ്റൂർ. അന്നതീജത്തി ബദൽ. അല്ലത്തി എങ്ങനെയുള്ള ഫലം? എന്താ? മൗസൂലിനകത്ത്. ബലഗത്ത് ആ ഫലം. ബലഗത്ത് നിസ്ബത്തുഹ ആ ഫലത്തിന്റെ ശതമാനം എത്തിയിട്ടുണ്ട്. ബലഗ ഫീല്
താഉ തഅനീസ് നിസ്ബത്തു ഫായില് പ്ലസ് മുളാഫ് മുളാഫിന് മുളാഫിന് ഇലൈഹി ഈ നിസ്ബത്ത് പെണ്ണായതുകൊണ്ടാണ് താഉ താവ് വന്നത്. ഉക്കാശത്തു ഇത് കേട്ടപ്പോ ഉക്കാശ പറയാണ്. ഉക്കാശത്തു വൈറുൻസരിഫാണ്, അലമാണ്, പിന്നെ എന്തുവാണ്? ജുമല്ല, സോറി മുഅന്നസ്. മുഅന്നസ്. ആ താവ് കണ്ട അപ്പം രണ്ടാമത്തെ കാരണം മുഅന്നസാണ്. പേരാണിന്റെ പേരാണിന്റെ കാര്യമല്ല, പരിഗണിക്കുന്നത് പെണ്ണായിട്ടാ. ഫറഹഖല്ലാഹു അല്ലാഹു നിങ്ങളെ സന്തോഷിപ്പിക്കട്ടെ, ദായിമൻ എപ്പോഴും, യാ ഉസ്താദു ഉസ്താദേ. ഫറഹഖല്ലാഹ് അല്ലാഹു നിങ്ങളെ സന്തോഷിപ്പിക്കട്ടെ, ദായിമൻ എപ്പോഴും, യാ ഉസ്താദു ഉസ്താദേ അല്ലാഹു നിങ്ങളെ സന്തോഷിപ്പിക്കട്ടെ. എന്താ തർക്കീബ്? ഫറഹഖല്ലാഹ്, ഫറഹ ക അല്ലാഹ്, ഫറഹ ഫീലെ മാദി മാദി, ഫറഹ മുളാരിയതാ യുഫർരിഹു ഫഅല തഫ്രീഹ് തഫ്രീഹ്. ഇസ്മു ഫായിലേതാ? മുഫർരിഹ് മഫൂല മുഫറഹുൻ. ഓക്കെ. ഫറഹഖല്ലാഹ് അല്ലാഹു നിങ്ങളെ സന്തോഷിപ്പിക്കട്ടെ. ഏതാ ഫീല്, ഏതാ ഫായില്, ഏതാ മഫൂല്? ഫറഹ ഫീല് മാദി, ക മഫൂൽ മുഖദ്ദം, അല്ലാഹു ഫായിലു. ഫായില് മുഅഖർ. ദായിമൻ എപ്പോഴും, സർവസ്ഥലത്തും. ദായിമൻ എന്നുള്ളത് ഹാലാണ്. യാ ഉസ്താദു ഉസ്താദേ. അപ്പോ ഈ പാഠത്തിലും അയാൾ പഠിപ്പിക്കുന്നത് ഒന്ന് അംസ, അസ്ബഹന്റെ അഹവാത്തിൽപ്പെട്ട അംസ, തർഫഉൽ ഇസ്മ തൻസിബുൽ ഖബറ, തൻസിബുൽ ഖബറ. പിന്നെ അഫ്അല പാറ്റേൺ, ഫഅല പാറ്റേൺ, രണ്ട് പാറ്റേൺ അതിൽ വന്നത്. ഹന്നഹ യുഹന്നിഉ ഉഹന്നിഉ ഫഅല പാറ്റേൺ, അഖ്റജ യുഖ്രിജു അഖ്റജ്തു ഏതാ പാറ്റേൺ? അഖ്റജ അഫ്അല പാറ്റേൺ. അപ്പൊ അഫ്അല പാറ്റേണും ഫഅല പാറ്റേണുമാണ് ഇപ്പൊ ഇതിൽ രണ്ടിലും വന്നത്. ഫഅല പാറ്റേൺ എവിടെയൊക്കെ വന്നു? ഉനല്ലിഫ, പിന്നെ പിന്നെ ഫഅല പാറ്റേൺ എവിടെ വന്നു? അതൊക്കെ പിന്നെ ഫറഹ, ഇതൊക്കെ ഫഅല പാറ്റേണാണ്. അഫ്അല പാറ്റേൺ ഏതാ വന്നത്? ഒന്ന് അഖ്റജ, വേറൊന്നോന്നില്ലേ? ഒന്ന് അഖ്റജ, മറ്റൊന്ന് അദ്ഖല. അവിടെ